നാടിന് കാവൽ നിൽക്കുന്ന പോലീസിന് കാവൽ നിൽക്കുന്ന ഒരാളുണ്ട് കമ്പംമേട്ട പോലീസ് സ്റ്റേഷനിൽ. ബ്രൂണോ എന്ന നായയാണ് പോലീസുകാരുടെയും പോലീസ് സ്റ്റേഷന്റെയും കാവൽക്കാരി. 3 വർഷം മുമ്പ് ഇവിടെ എത്തിയ നായയെ പോലീസ് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ സ്വയം ഏറ്റെടുത്തതാണ് ഈ സംരക്ഷണ ചുമതല. ബ്രൂണോയുടെ അനുസരണയും ശാന്തമായ സ്വഭാവവും കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും ഇവൾക്കും പോലീസിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന്. എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്തിടപഴകും. പുതുതായിട്ടെത്തുന്ന ഉദ്യോഗസ്ഥരോട് പോലും ബ്രൂണോയുടെ പെരുമാറ്റം മുൻ പരിചയമുള്ളതുപോലെ തന്നെ. ആരും പഠിപ്പിച്ചതില്ലെങ്കിലും ഇവൾക്ക് ചിട്ടാവട്ടങ്ങളെല്ലാം കൃത്യമായി അറിയാം. സ്റ്റേഷന്റെ തിണ്ണയിൽ കിടക്കും, പക്ഷേ അകത്തേക്ക് കയറില്ല. ആര് വന്നാലും കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ആരെങ്കിലും സ്റ്റേഷനിലെത്തി ബഹളം വെച്ചാൽ ഇവൾ ഇടപെടും. 3 വർഷം മുമ്പാണ് ഇവൾ കമ്പംമേട്ട് സ്റ്റേഷനിൽ എത്തുന്നത്. അന്നു മുതൽ ഇവിടുത്തെ കാവൽക്കാരിയായി മാറി. ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ വേണ്ട വിദഗ്ധമായ ചികിത്സ നൽകി ഇപ്പോൾ വീണ്ടും ബ്രൂണോ ജോലിയിൽ സജീവമാണ്. ആ നായ ഇവിടെ ഏകദേശം ഒരു 3 കൊല്ലത്തോളമായിട്ട് ഈ സ്റ്റേഷനിൽ തന്നെ ജീവിക്കുന്നൊരു നായയാണ്. അത് നമ്മൾ ബ്രൂണോ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. അത് വേറെ മറ്റൊരു ഉപദ്രവകാരിയൊന്നുമല്ല. നമ്മുടെ സ്റ്റേഷനകത്ത് കയറുമൊന്നുമില്ല, ആ വരാന്ത കിടക്കുകയുള്ളൂ. ഇവിടെ സ്ത്രീകളെല്ലാം രാത്രി നൈറ്റിൽ നിൽക്കുന്ന സമയങ്ങളെല്ലാം അവർക്കെല്ലാം ഒരു കരുതലായിട്ട് നിൽക്കുന്ന ഒരു നായ കൂടിയാണത്. മറ്റേ വരുന്ന പരാതിക്കാരെ ഉപദ്രവിക്കുകയൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനൊരു കാട്ടുപന്നി ഉപദ്രവിച്ച് വലിയൊരു അപകടം പറ്റിയൊരു മരണത്തിലേക്ക് പോയതായിരുന്നു. നമ്മളത് മൂവാറ്റുപുഴയുള്ള ദയ എന്നുള്ള ഒരു NGO ഉണ്ട്, അവർ വന്ന് നോക്കി മരുന്നെല്ലാം തന്നിട്ട് പോയി. പിന്നീട് നമ്മൾ ഇവിടെ മൃഗസംരക്ഷണ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന് മരുന്നെല്ലാം കൊടുത്തപ്പോൾ അത് വീണ്ടും റിക്കവറായി വീണ്ടും നമ്മുടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. സ്റ്റേഷനിൽ മാത്രമല്ല, സമീപത്തുള്ള ചെക്ക് പോസ്റ്റിലും ഇവൾ ഇടയ്ക്ക് ഡ്യൂട്ടിക്കെത്തും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ബ്രൂണോ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.